ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടാം. ലോകത്തിൽ നിന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും വളരെ ചെറുത്, വളരെ ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും ഏറ്റവും ചെറുതുമായിട്ടുള്ള ഒരു ആൻറ്റിവൈറസ് ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനുള്ള ലിങ്ക് കൂടെയായിട്ട് ചേർക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ സൈസ് വരുന്നത് 1.1.4 MB ആണ്. അതുപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഹാർഡ് ഡ്രൈവിൽ നിന്നും എടുക്കുന്നത് വെറും 3 MB സൈസ് മാത്രമാണ്. അതായത് മറ്റുള്ള കമ്പ്യൂട്ടറുകൾ, മറ്റുള്ള ആൻറ്റിവൈറസുകളൊക്കെ 300 MBയിൽ മേലെ ഫയൽ സൈസും അല്ലെങ്കിൽ 100 MBയിൽ മേലെ ഫയൽ സൈസ് വരുമ്പോഴും ഏകദേശം 10-400 MBയോളം നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഹാർഡ് ഡിസ്കിൽ നിന്നും സ്പേസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു സോഫ്റ്റ്വെയർ എടുക്കുന്നത് വെറും 3 MB മാത്രമാണ്. ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുക. ശേഷം നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഡബിൾ ക്ലിക്ക് കൊടുത്ത് റൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ലാംഗ്വേജ് ഇംഗ്ലീഷിൽ തന്നെ കോമൺ ആയിട്ട് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അക്സെപ്റ്റ് നോട്ടീസ് ക്ലിക്ക് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പ് ഐക്കൺ വേണമെങ്കിൽ കൊടുക്കാം, ഇല്ല എങ്കിൽ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓഫ്ലൈനായിട്ട് തന്നെ, അതായത് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നും ആവശ്യമില്ലാതെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഫിനിഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിലവിൽ ഇത് ഇവിടെ ആക്റ്റീവായിട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്കിവിടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയതായിട്ടും അതിൻ്റെ ഷോർട്ട് കട്ട് വന്നതായിട്ടും കാണാൻ സാധിക്കും. ഇതിൽ ഫ്രീ വെർഷനും പ്രോ വെർഷനും ലഭ്യമാണ്. സ്കാൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഓരോ ഫയലുകളും സ്കാൻ ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ 2 വൈറസ് ഇവിടെ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫിക്സ് ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ഡിലേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. 2 വൈറസും ഡിലേറ്റ് ആയതായിട്ട് കാണാൻ സാധിക്കും. നോക്കാം, നിങ്ങൾക്ക് പ്രോഗ്രസ് 100%, ഫിക്സിങ് ഓൾ ഫിനിഷ്ഡ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ വൈറസ് 0 എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിലവിൽ വൈറസ് വരുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാം, ഇതുപോലെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡിസേബിൾ ചെയ്യണോ എക്സൈറ്റ് വേണോ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അപ്ഡേറ്റ് നോട്ടീസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ടൂൾസ് എന്നുള്ള ബട്ടണിൽ ഇതുപോലെ നിങ്ങളുടെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ മാനേജ് എന്നുള്ള ഭാഗത്തും നിങ്ങൾക്ക് അല്പം സെറ്റിങ്സുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഓട്ടോ അപ്ഡേറ്റ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ലാംഗ്വേജ് ഏതാണോ എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ആക്ടിവേറ്റ് മാക്സിമൈസ് ആൻഡ് റീസൈസ് ഫംഗ്ഷൻ കൊടുക്കാം. അങ്ങനെയുള്ള സെറ്റിങ്സിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ വളരെയധികം എഫക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുമ്പോൾ അത് ആൻറ്റിവൈറസ് ഉപയോഗിക്കുന്ന സമയത്ത് സിസ്റ്റം സ്ലോ ആകും എന്നുള്ള പേടിയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വളരെ മികച്ച ഒരു സോഫ്റ്റ്വെയറാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക.